മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ പെറ്റി പെരുകണം. ഹല്ലേലൂയ. മനുഷ്യൻ എന്ത് ചെയ്യണം? ഭൂമിയിൽ പെറ്റി പെരുകണമെന്നാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒന്നാമത്തെ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബാബിലോൺ സാമ്രാജ്യത്തിൽ അവർ ഒന്നാമത്തെ കൗൺസിൽ മീറ്റിംഗ് കൂടുകയാണ്. അവർ എന്താ തീരുമാനിച്ചെന്നറിയാമോ? ദൈവം ചിന്തിക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് നമ്മളാരും ഭൂമിയിലെങ്ങും ചെതറിപ്പോകാതിരിപ്പാൻ നമുക്ക് ഒരുമിച്ച് ശീനാർ ദേശത്ത് എന്ത് ചെയ്യാം? ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാം. ആമേൻ. എത്ര പേർക്ക് മനസ്സിലായെന്നറിയത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഭൂമിയിൽ മുഴുവനും പെറ്റി പെരുകണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് ഓപ്പോസിറ്റായി ഭൂമിയിലെ ഒന്നാമത്തെ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബാബിലോൺ സാമ്രാജ്യത്തിൽ അവരെല്ലാവരും കൂടെ ഒരു കമ്മിറ്റി കൂടി തീരുമാനിക്കുകയാണ്. ഒന്ന്, നമ്മളാരും ഭൂമിയിലെങ്ങും ചെതറി പാർക്കാതിരിപ്പാൻ നമുക്കെല്ലാവർക്കും ഈ ശീനാർ ദേശത്ത് ഒന്ന് ഒരുമിച്ച് കൂടണം. രണ്ട്, അവരുടെ ചിന്തയെന്ന് പറഞ്ഞാൽ, രണ്ട്, ദൈവം ഈ ഭൂമിയെ തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പക്ഷേ അവരെല്ലാം കൂടെ ഒരു തീരുമാനം എന്താണെന്നറിയാമോ? നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായി, ജനം മുഴുവനും നശിച്ചതുപോലെ ഇനി ഒരു പ്രളയം വന്നാൽ നമ്മളാരും നശിക്കാതിരിപ്പാൻ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാം. പ്രൈസ് ദി ലോർഡ്. രണ്ട് തീരുമാനങ്ങൾ. ഒന്ന്, നമ്മൾ ഭൂമിയിൽ ചെതറിപ്പോകാതിരിപ്പാൻ നമുക്ക് ഒരുമിച്ച് കൂടാം. രണ്ടാമത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാം. ഇത് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായ തീരുമാനമാണ് അവരെടുത്തിരിക്കുന്നത്. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? അവരെന്തൊക്കെ ഹൃദയത്തിനകത്ത് തീരുമാനിക്കുന്നുവോ അതെല്ലാം ചെയ്യുവാൻ കരുത്തുള്ളവരായിരുന്നു ഒന്നാമത്തെ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബാബിലോൺ സാമ്രാജ്യത്തിലെ ജനതകൾ. സ്തോത്രം. ഇന്നും ഈ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ ദൈവത്തെ കൂടാതെ, ദൈവഹിതമില്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ എന്തൊക്കെ പടുത്തുയർത്തുവാൻ ശ്രമിച്ചാലും അതൊരിക്കലും നിലനിൽക്കത്തില്ല എന്ന് ലോകത്തിലെ ഒന്നാമത്തെ സാമ്രാജ്യം വിളിച്ചറിയിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അന്ന് വരെ ഭൂമിയിൽ ഒരു ഭാഷയായിരുന്നു എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. ദൈവം ഇതാ വിളിച്ചു പറയുകയാണ്, വരിക, നമുക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലാം, അവിടെ ചെന്ന് അവരുടെ പണികൾ നമുക്കൊന്ന് കാണാം. സ്തോത്രം. ദൈവം പണി കാണാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. ദൈവം പണി കാണാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ ഗോപുരത്തിന്റെ പണി വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ മേസ്ത്രി സിമന്റ് ചോദിക്കുമ്പോൾ സിമന്റ് പെട്ടെന്ന് കൊണ്ടുവരുന്നു. അടുത്ത് മറ്റൊരു പണിക്കാരൻ ഇഷ്ടിക കൊണ്ടുവരാൻ പറയുമ്പോൾ ഇഷ്ടിക വേഗത്തിൽ കൊണ്ടുവരുന്നു. അങ്ങനെ പണികൾ വളരെ വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത് ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? അവരുടെ ഭാഷയെ ദൈവം കലക്കി. കരമീഴ്ത്തി കർത്താവിനെ സ്തുതിച്ചേ. ഭാഷയെ കലക്കിയപ്പോൾ കട്ടയെടുത്തോണ്ട് വരാൻ പറയുന്നവൻ ചുറ്റിക എടുത്തോണ്ട് വരികയാണ്. കാരണം അവന് മനസ്സിലാകുന്നില്ല. അടുത്ത് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആ മേസ്ത്രി വിളിച്ചു പറയുമ്പോൾ അവൻ സിമന്റ് എടുത്തോണ്ട് വരികയാണ്. കാരണം ഇവർക്കാർക്കും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. ദൈവം ഭാഷയെ കലക്കി. അതിൻ്റെ അർത്ഥം ദൈവഹിതമല്ലാതെ നമ്മുടെ യുക്തിക്ക്, നമ്മുടെ ഇഷ്ടത്തിന് എന്തൊക്കെ നമ്മൾ പടുത്തുയർത്തുവാൻ തീരുമാനിച്ചാലും അതെല്ലാം അസ്തമിപ്പിക്കുന്നവനാണ് ദൈവം. ഇന്ന് രാത്രി കരമുയർത്തി കർത്താവിനെ നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ലോകത്തിലെ ഒന്നാമത് സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബാബിലോൺ സാമ്രാജ്യം സ്ഥാപിക്കുന്ന സമയം തന്നെ അവർ ദൈവത്തിൻ്റെ ആലോചന കൂടാതെ അവരുടെ ഇഷ്ടപ്രകാരം ചില തീരുമാനങ്ങൾ എടുത്തു എങ്കിലും ദൈവം അതിനെ തകർത്ത് കളഞ്ഞു. എന്നിട്ടും ആ ബാബിലോൺ സാമ്രാജ്യം മന്ദഗതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷം നാം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദാനിയേലിൻ്റെ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലഘട്ടം എത്തിയപ്പോൾ ഈ ബാബിലോൺ, ഇന്ന് ഇറാഖ് എന്നറിയപ്പെടുന്ന ബാബിലോൺ സാമ്രാജ്യം വീണ്ടും വളരുവാൻ തുടങ്ങി. ലോകത്തിലെ 7 അതിശയങ്ങളിൽ ഒന്നായ തൂക്കുവനം ബാബിലോണിൽ ഈ നെബൂഖദ്നേസർ പണി കഴിപ്പിച്ചു. ഒരു വലിയ കോട്ടമതിൽ എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യങ്ങൾ, ശത്രു സൈന്യങ്ങൾ ഇതിനകത്തേക്ക് വന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഒരു വലിയ കോട്ടമതിൽ, 350 അടി ഉയരം, 87 അടി വണ്ണം, 6 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു വലിയ കോട്ടമതിൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ മതിലിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഒരടി പോലും ഉണ്ടാകത്തില്ല, അല്ലേ? പക്ഷേ ഈ മതിലിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 87 അടി വണ്ണം, 6 ജോഡി രഥങ്ങൾ ഒരുമിച്ച് ഓടിക്കത്തക്ക രീതിയിലുള്ള വീതിയിലാണ് നെബൂഖദ്നേസർ ബാബിലോൺ കോട്ട പണി കഴിപ്പിച്ചത്. സ്തോത്രം. ഇത്രയും വലിയ ബാബിലോൺ കോട്ട നെബൂഖദ്നേസർ പണി കഴിപ്പിച്ചു. 120 താമ്രവാതിലുകൾ പിടിപ്പിച്ചു. 100
ഗോപുരങ്ങൾ അതിൻ്റെ മുകളിൽ അദ്ദേഹം പടുത്തുയർത്തി. തൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ലോകത്തിൽ 7 അതിശയങ്ങളിൽ ഒന്നായ തൂക്കുവനം ബാബിലോണിൽ അദ്ദേഹം സ്ഥാപിച്ചു. ഇന്നും ഇറാഖിൽ ചെന്നാൽ ലോകത്തിൽ 7 അതിശയങ്ങളിൽ ഒന്നായ തൂക്കുവനത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ബാബിലോണിൽ നെബൂഖദ്നേസർ പണി കഴിപ്പിച്ചിട്ട് ഒരു ദിവസം നെബൂഖദ്നേസർ ആ മതിലിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ മതിലിൻ്റെ പുറത്തൂടെ നടക്കുമ്പോൾ തൻ്റെയും ഹൃദയത്തിനകത്ത് ഒരു അഹങ്കാരമുണ്ടായി, ഒരു നിഗളമുണ്ടായി. എന്താണെന്നറിയാമോ? അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 30-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ വായിക്കാം. ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായി രാജധാനിയായി ഞാൻ പണിത മഗധിയ ബാബിലോൺ അല്ലയോ. ശ്രദ്ധിക്കണമേ, ലോകത്തിലെ 1-ാമത്തെ സാമ്രാജ്യത്തിന്റെ പ്രത്യേകത അത് സിംഹത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അധികാരവും ശക്തിയുമുള്ള ഒരു സാമ്രാജ്യമായിരുന്നു ലോകത്തിലെ 1-ാമത്തെ സാമ്രാജ്യം, ബാബിലോൺ സാമ്രാജ്യം. അത് നെബൂഖദ്നേസറിന്റെ കാലഘട്ടമായപ്പോൾ അത് അറിയപ്പെടുന്ന ഒരു സാമ്രാജ്യമായി മാറി. എന്ന് പറഞ്ഞാൽ ലോക ജനത ഇങ്ങനെ പറഞ്ഞു, ഒരിക്കൽ പോലും 1-ാമത്തെ സാമ്രാജ്യം അറിയപ്പെടുന്ന ഈ ബാബിലോൺ സാമ്രാജ്യത്തെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഇതിനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് ലോക ജനത ഭയപ്പെട്ടിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു 1-ാമത്തെ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബാബിലോൺ സാമ്രാജ്യം. ഇതെല്ലാം പണി കഴിപ്പിച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ നടക്കുന്ന സമയത്ത് നെബൂഖദ്നേസർ ഹൃദയത്തിനകത്ത് ചിന്തിക്കുക, ഇതെല്ലാം എൻ്റെ ധനമാഹാത്മ്യത്തിൽ എൻ്റെ പ്രതാപത്തിൽ ഞാൻ പടുത്തുയർത്തിയ മഗധിയാം ബാബിലോൺ അല്ലയോ എന്ന് തന്റെ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ തന്നെ താഴോട്ട് വായിക്കുന്ന ഇങ്ങനെയാണ്, ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടായി. നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു. രാജ്യത്വം നിന്നെ വിട്ട് രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. കണ്ടോ, ലോകത്തിലെ 1-ാമത് സാമ്രാജ്യം എന്നറിയപ്പെടുന്ന സിംഹത്തിന് തുല്യമായി കരുത്തോടെ മുന്നേറിക്കൊണ്ടിരുന്ന ലോകത്തിലെ 7 അതിശയങ്ങളിൽ ഒന്നായ തൂക്കുവരം വരെ പണി കഴിപ്പിച്ച ആ നെബൂഖദ്നേസർ രാജാവിൻ്റെ ഹൃദയത്തിനകത്ത് ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ മിടുക്ക് കൊണ്ടാണ്, ദൈവത്തിന് ഒരു സ്ഥാനവുമില്ലാതെ താൻ അവിടെ ഉയരുവാൻ ശ്രമിച്ചപ്പോൾ സർവശക്തനായ ദൈവം പറയുക, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്ന എങ്ങനെയാ? ആ വാക്ക് തൻ്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ്റെ ശരീരത്തിലെ രോമങ്ങൾ പക്ഷിയുടെ രോമം പോലെയായി, അവൻ്റെ നഖങ്ങൾ പക്ഷിയുടെ നഖം പോലെയായി. എന്ന് പറഞ്ഞാൽ മനുഷ്യ കോലം മാറി, ഒരു പ്രത്യേക ജീവിയുടെ കോലമായി മാറി. അവിടെ കാണുന്ന എങ്ങനെയാണ്? അവനെ 7 വർഷത്തേക്ക് മൃഗങ്ങളോടൊപ്പം കാട്ടിൽ പുല്ല് തിന്നാൻ വേണ്ടി ദൈവം വിട്ടു. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ പെറ്റി പെരുകണം. ഹല്ലേലൂയ. മനുഷ്യൻ എന്ത് ചെയ്യണം? ഭൂമിയിൽ പെറ്റി പെരുകണമെന്നാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷേ 1-ാമത്തെ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബാബിലോൺ സാമ്രാജ്യത്തിൽ അവർ 1-ാമത്തെ കൗൺസിൽ മീറ്റിംഗ് കൂടുകയാണ്. അവർ എന്താ തീരുമാനിച്ചെന്നറിയാമോ? ദൈവം ചിന്തിക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് നമ്മളാരും ഭൂമിയിലെങ്ങും ചെതറിപ്പോകാതിരിപ്പാൻ നമുക്ക് ഒരുമിച്ച് ശീനാർ ദേശത്ത് എന്ത് ചെയ്യാം? ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാം. ആമേൻ. എത്ര പേർക്ക് മനസ്സിലായെന്നറിയത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഭൂമിയിൽ മുഴുവനും പെറ്റി പെരുകണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് ഓപ്പോസിറ്റായി ഭൂമിയിലെ 1-ാമത്തെ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബാബിലോൺ സാമ്രാജ്യത്തിൽ അവരെല്ലാവരും കൂടെ ഒരു കമ്മിറ്റി കൂടി തീരുമാനിക്കുകയാണ്. ഒന്ന്, നമ്മളാരും ഭൂമിയിലെങ്ങും ചെതറി പാർക്കാതിരിപ്പാൻ നമുക്കെല്ലാവർക്കും ഈ ശീനാർ ദേശത്ത് ഒന്ന് ഒരുമിച്ച് കൂടണം. 2, അവരുടെ ചിന്തയെന്ന് പറഞ്ഞാൽ 2, ദൈവം ഈ ഭൂമിയെ തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പക്ഷേ അവരെല്ലാം കൂടെ ഒരു തീരുമാനം എന്താണെന്നറിയാമോ? നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായി, ജനം മുഴുവനും നശിച്ചതുപോലെ ഇനി ഒരു പ്രളയം വന്നാൽ നമ്മളാരും നശിക്കാതിരിപ്പാൻ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാം.
പ്രൈസ് ദി ലോർഡ്. രണ്ട് തീരുമാനങ്ങൾ. ഒന്ന്, നമ്മൾ ഭൂമിയിൽ ചിതറിപ്പോകാതിരിപ്പാൻ നമുക്ക് ഒരുമിച്ച് കൂടാം. രണ്ടാമത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാം. ഇത് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായ തീരുമാനമാണ് അവരെടുത്തിരിക്കുന്നത്. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്, അവരെന്തൊക്കെ ഹൃദയത്തിനകത്ത് തീരുമാനിക്കുന്നുവോ അതെല്ലാം ചെയ്യുവാൻ കരുത്തുള്ളവരായിരുന്നു ഒന്നാമത്തെ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബാബിലോൺ സാമ്രാജ്യത്തിലെ ജനതകൾ. സ്തോത്രം. ഇന്നും ഈ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ ദൈവത്തെ കൂടാതെ ദൈവഹിതമില്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ എന്തൊക്കെ പടുത്തുയർത്തുവാൻ ശ്രമിച്ചാലും അതൊരിക്കലും നിലനിൽക്കത്തില്ല എന്ന് ലോകത്തിലെ ഒന്നാമത്തെ സാമ്രാജ്യം വിളിച്ചറിയിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അന്ന് വരെ ഭൂമിയിൽ ഒരു ഭാഷയായിരുന്നു എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. ദൈവം ഇതാ വിളിച്ചു പറയുകയാണ്, വരിക, നമുക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലാം, അവിടെ ചെന്ന് അവരുടെ പണികൾ നമുക്കൊന്ന് കാണാം. സ്തോത്രം. ദൈവം പണി കാണാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. ദൈവം പണി കാണാൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ ഗോപുരത്തിന്റെ പണി വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ മേസ്ത്രി സിമന്റ് ചോദിക്കുമ്പോൾ സിമന്റ് പെട്ടെന്ന് കൊണ്ടുവരുന്നു. അടുത്ത് മറ്റൊരു പണിക്കാരൻ ഇഷ്ടിക കൊണ്ടുവരാൻ പറയുമ്പോൾ ഇഷ്ടിക വേഗത്തിൽ കൊണ്ടുവരുന്നു. അങ്ങനെ പണികൾ വളരെ വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത് ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? അവരുടെ ഭാഷയെ ദൈവം കലക്കി. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഭാഷയെ കലക്കിയപ്പോൾ കട്ടയെടുത്തോണ്ട് വരാൻ പറയുന്നവൻ ചുറ്റിക എടുത്തോണ്ട് വരികയാണ്. കാരണം അവന് മനസ്സിലാകുന്നില്ല. അടുത്ത് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആ മേസ്ത്രി വിളിച്ചു പറയുമ്പോൾ അവൻ സിമന്റ് എടുത്തുകൊണ്ട് വരികയാണ്. കാരണം ഇവർക്കാർക്കും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. ദൈവം ഭാഷയെ കലക്കി. അതിൻ്റെ അർത്ഥം ദൈവഹിതമല്ലാതെ നമ്മുടെ യുക്തിക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്തൊക്കെ നമ്മൾ പടുത്തുയർത്തുവാൻ തീരുമാനിച്ചാലും അതെല്ലാം അസ്തമിപ്പിക്കുന്നവനാണ് ദൈവം. ഇന്ന് രാത്രി കരമുയർത്തി കർത്താവിനെ നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ലോകത്തിലെ ഒന്നാമത് സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബാബിലോൺ സാമ്രാജ്യം സ്ഥാപിക്കുന്ന സമയം തന്നെ അവർ ദൈവത്തിൻ്റെ ആലോചന കൂടാതെ അവരുടെ ഇഷ്ടപ്രകാരം ചില തീരുമാനങ്ങൾ എടുത്തു എങ്കിലും ദൈവം അതിനെ തകർത്ത് കളഞ്ഞു. എന്നിട്ടും ആ ബാബിലോൺ സാമ്രാജ്യം മന്ദഗതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷം നാം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദാനിയേലിൻ്റെ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലഘട്ടം എത്തിയപ്പോൾ ഈ ബാബിലോൺ, ഇന്ന് ഇറാഖ് എന്നറിയപ്പെടുന്ന ബാബിലോൺ സാമ്രാജ്യം വീണ്ടും വളരുവാൻ തുടങ്ങി. ലോകത്തിലെ 7 അതിശയങ്ങളിൽ ഒന്നായ തൂക്കുവനം ബാബിലോണിൽ ഈ നെബൂഖദ്നേസർ പണി കഴിപ്പിച്ചു. ഒരു വലിയ കോട്ടമതിൽ എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യങ്ങൾ, ശത്രു സൈന്യങ്ങൾ ഇതിനകത്തേക്ക് വന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഒരു വലിയ കോട്ടമതിൽ, 350 അടി ഉയരം, 87 അടി വണ്ണം, 6 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു വലിയ കോട്ടമതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മതിലിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഒരടി പോലും ഉണ്ടാകത്തില്ല, അല്ലേ? പക്ഷേ ഈ മതിലിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 87 അടി വണ്ണം, 6 ജോഡി രഥങ്ങൾ ഒരുമിച്ച് ഓടിക്കത്തക്ക രീതിയിലുള്ള വീതിയിലാണ് നെബൂഖദ്നേസർ ബാബിലോൺ കോട്ട പണി കഴിപ്പിച്ചത്. സ്തോത്രം. ഇത്രയും വലിയ ബാബിലോൺ കോട്ട നെബൂഖദ്നേസർ പണി കഴിപ്പിച്ചു. 120 താമ്രവാതിലുകൾ പിടിപ്പിച്ചു. 100 ഗോപുരങ്ങൾ അതിൻ്റെ മുകളിൽ അദ്ദേഹം പടുത്തുയർത്തി. തൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ലോകത്തിൽ 7 അതിശയങ്ങളിൽ ഒന്നായ തൂക്കുവനം ബാബിലോണിൽ അദ്ദേഹം സ്ഥാപിച്ചു. ഇന്നും ഇറാഖിൽ ചെന്നാൽ ലോകത്തിൽ 7 അതിശയങ്ങളിൽ ഒന്നായ തൂക്കുവനത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ബാബിലോണിൽ നെബൂഖദ്നേസർ പണി കഴിപ്പിച്ചിട്ട് ഒരു ദിവസം നെബൂഖദ്നേസർ ആ മതിലിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ മതിലിൻ്റെ പുറത്തുകൂടെ നടക്കുമ്പോൾ തൻ്റെയും ഹൃദയത്തിനകത്ത് ഒരു അഹങ്കാരമുണ്ടായി, ഒരു നിഗളമുണ്ടായി. എന്താണെന്നറിയാമോ? അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 30-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ വായിക്കാം. ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായി രാജധാനിയായി ഞാൻ പണിത മഗധിയ
ബാബിലോൺ അല്ലയോ? ശ്രദ്ധിക്കണമേ, ലോകത്തിലെ ഒന്നാമത്തെ സാമ്രാജ്യത്തിന്റെ പ്രത്യേകത അത് സിംഹത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അധികാരവും ശക്തിയുമുള്ള ഒരു സാമ്രാജ്യമായിരുന്നു ലോകത്തിലെ ഒന്നാമത്തെ സാമ്രാജ്യം, ബാബിലോൺ സാമ്രാജ്യം. അത് നെബൂഖദ്നേസറിന്റെ കാലഘട്ടമായപ്പോൾ അത് അറിയപ്പെടുന്ന ഒരു സാമ്രാജ്യമായി മാറി. എന്ന് പറഞ്ഞാൽ ലോക ജനത ഇങ്ങനെ പറഞ്ഞു, ഒരിക്കൽ പോലും ഒന്നാമത്തെ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ഈ ബാബിലോൺ സാമ്രാജ്യത്തെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഇതിനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് ലോക ജനത ഭയപ്പെട്ടിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഒന്നാമത്തെ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബാബിലോൺ സാമ്രാജ്യം. ഇതെല്ലാം പണി കഴിപ്പിച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ നടക്കുന്ന സമയത്ത് നെബൂഖദ്നേസർ ഹൃദയത്തിനകത്ത് ചിന്തിക്കുക, ഇതെല്ലാം എൻ്റെ ധനമഹാത്മ്യത്തിൽ, എൻ്റെ പ്രതാപത്തിൽ ഞാൻ പടുത്തുയർത്തിയ മഗധിയാം ബാബിലോൺ അല്ലയോ എന്ന് തൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ തന്നെ താഴോട്ട് വായിക്കുന്ന ഇങ്ങനെയാണ്, ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടായി. നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. കണ്ടോ, ലോകത്തിലെ ഒന്നാമത് സാമ്രാജ്യം എന്നറിയപ്പെടുന്ന സിംഹത്തിന് തുല്യമായി കരുത്തോടെ മുന്നേറിക്കൊണ്ടിരുന്ന ലോകത്തിലെ 7 അതിശയങ്ങളിൽ ഒന്നായ തൂക്കുവരം വരെ പണി കഴിപ്പിച്ച ആ നെബൂഖദ്നേസർ രാജാവിൻ്റെ ഹൃദയത്തിനകത്ത് ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ മിടുക്ക് കൊണ്ടാണ്, ദൈവത്തിന് ഒരു സ്ഥാനവുമില്ലാതെ താൻ അവിടെ ഉയരുവാൻ ശ്രമിച്ചപ്പോൾ സർവശക്തനായ ദൈവം പറയുക, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്ന എങ്ങനെയാ, ആ വാക്ക് തൻ്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ്റെ ശരീരത്തിലെ രോമങ്ങൾ പക്ഷിയുടെ രോമം പോലെയായി, അവൻ്റെ നഖങ്ങൾ പക്ഷിയുടെ നഖം പോലെയായി. എന്ന് പറഞ്ഞാൽ മനുഷ്യ കോലം മാറി, ഒരു പ്രത്യേക ജീവിയുടെ കോലമായി മാറി. അവിടെ കാണുന്ന എങ്ങനെയാണ്, അവനെ 7 വർഷത്തേക്ക് മൃഗങ്ങളോടൊപ്പം കാട്ടിൽ പുല്ല് തിന്നാൻ വേണ്ടി ദൈവം വിട്ടു. അമേക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് അഹങ്കാരത്തിൻ്റെ വാക്ക് നീ പറയല്ലേ. നിന്റെ പണത്തിൻ്റെ അല്ലെങ്കിൽ നിന്റെ ആരോഗ്യത്തിൻ്റെ കഴിവല്ല, പിന്നെയോ ദൈവം അത് നിനക്ക് ദാനമായി തന്നു എന്നോർത്ത് അതിന് സ്തോത്രം പറയാൻ നീ തയ്യാറാകണം. നിനക്ക് സൗന്ദര്യമുള്ളൊരു ഭാര്യയെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, സൗന്ദര്യമുള്ള ഒരു ഭർത്താവിനെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, സൗന്ദര്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ട വില കൂടിയ ഒരു വാഹനം ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നല്ലൊരു ജോലി ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതിനെ ഓർത്ത് അഹങ്കാരത്തിന്റെ വാക്ക് പറയാനല്ല, നിഗളത്തിന്റെ വാക്ക് പറയാനല്ല, അത് തന്നത് സർവശക്തനായ ദൈവമെന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാകണം. ഇല്ല, ഒന്നാമത്തെ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബാബിലോൺ ഭരിച്ച നെബൂഖദ്നേസർ രാജാവിനെ പോലെ ഇതെല്ലാം എൻ്റെ കഴിവാ, ഞാനില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു ഹൃദയം നിന്റെ ജീവിതത്തിൽ വന്നാൽ ദൈവം നിന്നെ വെട്ടും, നീ സീറോയായി മാറും. ഹല്ലേലൂയ. ഇതാ ആ 7 വർഷം അവൻ കാട്ടിൽ മൃഗങ്ങളോടൊപ്പം പുല്ല് തിന്നുവാനിടയായി തീർന്നില്ല. അടുത്ത ഒരു രാജാവ് ഇതാ രംഗപ്രവേശനം ചെയ്യുക ബാബിലോൺ ഭരിക്കാൻ. ആരെന്നറിയാമോ? ബെൽഷസ്സർ എന്നറിയപ്പെടുന്നു. ആ BC 539 ആ കാലയളവിൽ ബെൽഷസ്സർ രംഗപ്രവേശനം ചെയ്യുകയാണ്. ബെൽഷസ്സറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നെബൂഖദ്നേസറിനെ പോലെ തന്നെ അതിനേക്കാൾ ഭയാനകമായ പാപം ചെയ്യുന്നവനായിരുന്നു ബെൽഷസ്സർ. 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്ന എങ്ങനെയാണ്, ദൈവാലയത്തിലെ പൊൻവെള്ളി പാത്രങ്ങളിൽ മദ്യമൊഴിച്ച് വെപ്പാട്ടികളുമായി കുടിക്കുന്നവനായിരുന്നു ബെൽഷസ്സർ. ശ്രദ്ധിക്കണേ, ഒന്നാമത്തെ സാമ്രാജ്യം പറഞ്ഞുകൊണ്ട് നിൽക്കുക. ബാബിലോൺ സാമ്രാജ്യം എങ്ങനെ അവസാനിച്ചു എന്ന് അതിൻ്റെ അവസാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഭരിച്ച രാജാവാണ് ബെൽഷസ്സർ. ആദ്യം ആരാ തുടങ്ങിയേ? ഭൂമിയിലെ ആദ്യ വീരൻ എന്നറിയപ്പെടുന്ന നിമ്രോദാണ് ബാബിലോണിൻ്റെ സ്ഥാപകൻ. അവസാനത്തെ രാജാവ് ആരെന്നറിയണ്ടേ? സിംഹത്തിന് തുല്യമായി കരുത്തോടെ ഗാംഭീര്യത്തോടെ നിലനിന്ന ഒന്നാമത്തെ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ രാജാവ് ബെൽഷസ്സർ. ദാനിയേൽ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വായിപ്പിക്കാത്തത്. ദാനിയേൽ 5-ന്റെ 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ആലയത്തിലെ പൊൻവെള്ളി പാത്രങ്ങളിൽ വരെ മദ്യമൊഴിച്ച് വീഞ്ഞൊഴിച്ച് ഇതാ അവിടെ പാപത്തിൻ്റെ കേളി കേന്ദ്രമാക്കി ബാബിലോൺ സാമ്രാജ്യം അല്ലെങ്കിൽ രാജധാനി. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു 100 താമ്രവാതിലുണ്ട് ബാബിലോൺ കോട്ടയിൽ. ഈ 100 താമ്രവാതിൻ്റെ പ്രത്യേകത, അത് പ്രഭാതത്തിൽ തുറക്കുകയും പ്രദോഷത്തിൽ അടയ്ക്കുകയും ചെയ്യും. പക്ഷെ ഒരു ദിവസം
ഈ ബെൽഷസ്സറും കൂട്ടാളികളുമായി മദ്യമൊഴിച്ച് അവർ ലക്ക് നഷ്ടപ്പെട്ട് ഓർമ്മ നഷ്ടപ്പെട്ട് അവർ ആയിരിക്കുന്ന സമയം അന്ന് സന്ധ്യയ്ക്ക് ആ 100 താമ്രവാതിൽ അടയ്ക്കാൻ മറന്നുപോയി. അവരിങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുവരിലൊരു കൈയെഴുത്ത് വന്നു, മെനെ മെനെ തെക്കേൽ ഊഫ്രസിൻ. അതിൻ്റെ അർത്ഥം, നിന്നെ ഞാൻ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, നിന്റെ രാജ്യത്വത്തിൻ്റെ അവസാനം ഇവിടെയാണ്. അമേൻ. വ്യാഖ്യാനിപ്പാൻ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത സാമ്രാജ്യങ്ങൾ പറയണം, ഒരു രാജാവ് നീതിയോടെ ഉള്ള ഭരണം പറയണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർത്തെന്ന് മാത്രമേ ഉള്ളൂ. ആ എഴുത്ത് കണ്ടപ്പോൾ തന്നെ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ബെൽഷസ്സറിൻ്റെ ആരായുടെ ഏപ്പ് ആടി. കണ്ടോ, ഒന്നാമത്തെ സാമ്രാജ്യം സിംഹത്തിന് തുല്യരായി ഞങ്ങളെ ജയിപ്പാൻ ആരുണ്ടെന്ന് ലോകത്തെ വെല്ലുവിളിച്ചവൻ്റെ അരയുടെ ഏപ്പാടി. അന്ന് രാത്രി ഇതാ മേദ്യ പാർസ്യക്കാർ എന്നറിയപ്പെടുന്ന 2 കൂട്ടർ ഒരുമിച്ച് ആ താമ്രവാതിൽ കൂടെ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, അന്ന് രാത്രി ബെൽഷസ്സർ കൊല്ലപ്പെട്ടു, ലോകത്തിലെ 1ാമത് സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബാബിലോൺ സാമ്രാജ്യം അസ്തമിച്ചു.